ഇന്ന് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഗായികയും ഭർത്താവുമാണ് അതിഥികളായി വന്നിരിക്കുന്നത്, അഖിലയും ശ്യാം. ഹലോ. ഹലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അഖിലയെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്. വീട്ടിലെപ്പോഴും പാട്ട് പാടും? വീട്ടിൽ പാട്ട് പാടുന്നു. ഉപദ്രവമാണോ? പാട്ട് പാടാൻ സമയമില്ല, എപ്പോഴും തിരക്ക് ഓട്ടോ ആയിട്ട് ഇങ്ങനെ. ചേച്ചി കേൾക്കുന്നവർ വിചാരിക്കും പരിപാടികളുണ്ട്, തിരക്കാണ്. ഞാൻ വീട്ടിൽ വരുന്നത് എനിക്ക് വല്ലാത്ത അതിശയം. ഞാൻ സത്യം പറഞ്ഞ അഖിലയ്ക്ക് കല്യാണം കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. ഇനിയായിരിക്കും കല്യാണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഇന്ന് കല്യാണം, ഭർത്താവ് മാത്രമല്ല ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോ ഞാൻ അന്തം വിട്ടു. മോനിപ്പോ എത്ര വയസ്സായി? 3.5 വയസ്സ് കഴിഞ്ഞു. അതെയോ? എന്താ മോന്റെ പേര്? പവൻ. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഓക്കെ. രണ്ടുപേരും രാവിലെ പോവും? ഇല്ല, എനിക്കങ്ങനെ ഡെയിലി അങ്ങനെ തിരക്കല്ല. പക്ഷെ ഈ പറഞ്ഞ അങ്ങനെ പാട്ടൊന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കില്ലേ അത്രയ്ക്ക് തിരക്കുള്ളൊരു ഗായിക. അങ്ങനെയൊന്നുമില്ല. ശ്യാം മിക്കവാറും രാവിലെ പോയിട്ട് എത്തുമ്പോഴേക്കും രാത്രിയാവും. അപ്പൊ ആ സമയത്ത് എന്തായാലും കേൾക്കില്ല. പിന്നെ ഉറങ്ങാനുള്ള സമയമാകുമ്പോൾ പിന്നെ മോന്റെ കാര്യങ്ങളും അവനെ ഉറക്കുന്ന കാര്യവും ഒക്കെ ആകുമ്പോൾ. ഈ വീട്ടിലുള്ള പാട്ടുകാര് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. പ്രോഗ്രാമിന്റെ ഒക്കെ തലേദിവസമൊക്കെ മിക്കവാറും പാട്ട് കേൾക്കുന്നുണ്ട്. തലേദിവസം രാത്രി 2 മണി 3 മണി 4 മണിക്കൊക്കെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അപ്പോഴേ നോക്കാറുള്ളൂ. ഞാനൊരു സൈഡിൽ കിടന്നുറങ്ങും. അത് കാരണം പകൽ സമയമൊന്നും പാട്ട് പഠിത്തം നടക്കില്ല. കാരണം മോനുള്ളതുകൊണ്ട് ഈ ഒരു പ്രായമല്ലേ. അപ്പം കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ സമയം കിട്ടും. ഇപ്പോൾ ഇച്ചിരി ആള് ഹൈപ്പർ ആക്റ്റീവും കൂടെയാണ്. ആരുടെ അമ്മയാ കൂടെ ഉള്ളത്? കൂടെ ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ആണ് താമസം. പക്ഷേ എൻ്റെ പാരൻസ് കുറച്ച് അടുത്താണ് വീട്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സൗകര്യം നോക്കി അടുത്ത് തന്നെ വീട് വെച്ച്. ശ്യാമിന്റെ സ്വദേശം എവിടെ? ട്രിവാൻഡ്രം തന്നെയാണ്. അതെ. അഖിലയുടെ? ട്രിവാൻഡ്രം. ആണോ? അപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രത്താണോ മരം ചുറ്റി പ്രേമിച്ചത്? മരമൊന്നും ഇല്ലായിരുന്നോ? എവിടെ ട്രിവാൻഡ്രത്ത്? ക്യാമ്പസ് ഇല്ലായിരുന്നു പഠിച്ച സ്ഥലത്ത്. അല്ല, എവിടെ? മുടവൻ മുകളിലാണോ? ഞാൻ മുടവൻ മുകളിലാണ് താമസം. മുകളും അമ്പലമുക്കും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. അതിനകത്താണ് പ്രേമം? ക്ലാസ്മേറ്റ്സ് ആണ്. ആണോ? എത്ര വർഷം പ്രേമിച്ചു? 6 വർഷം. ഡിഗ്രി ഫസ്റ്റ് ഇയർ. 6 വർഷം? എന്തിനാ 6 വർഷം പ്രേമിച്ചത്? കല്യാണ പ്രായമാവണ്ടേ, അതിനു വേണ്ടിയാണ്. ഈ 6 വർഷം പ്രേമിക്കുമ്പോഴേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, ഇത് തമാശയില്ല. ഈ 6 വർഷം പ്രേമിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ച് കാണുമ്പോൾ അതേ വ്യക്തി തന്നെയാണോ കല്യാണം കഴിക്കുമ്പോൾ, അതോ സ്വഭാവം മാറുന്നുണ്ടോ? 6 വർഷം കൊണ്ട് ഏകദേശം സ്വഭാവമൊക്കെ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവും. ഈ സ്റ്റാർട്ടിങ് ആണ്, ഈ പ്രേമിച്ച് തുടങ്ങുമ്പോഴേക്കായിരിക്കും എല്ലാവരും അവരുടെ നല്ല വശങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തനിക്കോണം മനസ്സിലായില്ല? അല്ല, അങ്ങനെയല്ല. പക്ഷെ 6 വർഷം പിന്നെ അതിൽ ഡിഫറൻസ് ഒന്നുമില്ല കല്യാണം കഴിഞ്ഞ ശേഷവും. സാധാരണ ആണുങ്ങളല്ലേ അങ്ങനെ മാറുക കല്യാണം കഴിഞ്ഞാല്, അല്ലേ? കറക്റ്റ് പറ. അങ്ങനെ ചോദിച്ചാൽ മാറ്റം സ്വഭാവത്തിലൊന്നും അങ്ങനെ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ, അതായത് പക്വത ആവുന്നതിന് മുമ്പേ നമ്മൾ പരിചയപ്പെട്ടു. ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ അപ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പ് തൊട്ടുള്ളത് അറിയാം. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു റിലേഷൻ ഡെവലപ്പ് ചെയ്ത് അത് പിന്നെ മിക്കവാറും ഡെയിലി നമ്മൾ കാണുമല്ലേ. അപ്പം ആരൊക്കെയാണ് ഫ്രണ്ട്സ്, വലയങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം പിന്നെ സ്വഭാവത്തിലുള്ള മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് സിനിമയ്ക്കൊക്കെ പോവായിരുന്നോ? പ്രേമിച്ച് നടക്കില്ല? ഇല്ല, എവിടെയും പുറത്തൊന്നും പോലെ. ആ ക്യാമ്പസിനകത്തുള്ള ക്യാമ്പസും ഇല്ല ചേച്ചി. ഞങ്ങൾ പഠിച്ചത് പ്രൈവറ്റ് ആയിട്ടാണ്, ടാൻഡം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവിടെയായിരുന്നു. അപ്പൊ അവിടെ ക്യാമ്പസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു മരം ചുറ്റി പ്രേമവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഐസ്ക്രീം കഴിക്കാൻ അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ. ഒരു പാട്ട് പാടൂ. ഏതാ ഇഷ്ടം? ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ. എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പറയാം. ഒരു ലവ് സോങ് ആണ്, ഒരു ആൽബം സോങ് ആണ്. ഓർമ്മയ്ക്കായി നീ ഒരു സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം, നിനക്കായി കരുതിയൊരിഷ്ടഗീതം രാ
നല്ല പാട്ടാ. ഇതൊരു ആൽബം സോങ് ആണ് അല്ലേ? ഇത്ര ഫിലിംസിൽ പാടിയിട്ടുണ്ട്? ഞാൻ ആദ്യം പാടിയത് അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അതിനുശേഷം ഒരു 6 സിനിമകൾ പാടി. പിന്നെ കുറേ ഡബ്ബിംഗ് ഫിലിംസ് ഒത്തിരി പാടിയിട്ടുണ്ട്. തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് കുറേ അല്ലു അർജുൻ സിനിമകളും അങ്ങനെ കുറേ ഇറങ്ങുമല്ലോ, അങ്ങനെ കുറേ പാടിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ പാടുമായിരുന്നു? പാട്ട് ഞാൻ ചെറുപ്പത്തിലേ പഠിക്കുന്നുണ്ട്. ഒരു 5 വയസ്സ് മുതലൊക്കെ പാട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കൂടുതൽ പ്രോഗ്രാംസും ഇങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നത് ഈ അടുത്ത കാലത്താണ്, ഈ സിനിമയിൽ പാടിയതിന് ശേഷമാണ്. അല്ലാതെ ചെറിയ പരിപാടികളും ചെറിയ ചെറിയ റെക്കോർഡിങ്സും ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കുറേ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ പോകാറുണ്ട്? പോകാറുണ്ട്. രണ്ടുപേരും കൂടെ പോകുമോ? ഇല്ല, രണ്ടുപേരും കൂടെ. മിക്കവാറും അങ്ങനെ പറ്റുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം മോനുണ്ട്, എല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രം. എന്നാലും നമുക്ക് ഈ ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇപ്പോൾ ടെലിവിഷൻ ആണെങ്കിലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഒക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഫാമിലിയും ഇതും കൂടെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? കുറച്ച് പാടാണ് രണ്ടും കൂടി ഒരേപോലെ ഇങ്ങനെ കൊണ്ടുപോകാൻ. കാരണം ഇപ്പം പ്രോഗ്രാം ഉള്ളപ്പോൾ ഞാൻ പാട്ട് പഠിക്കണം. ഇപ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇരുന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് മോനുണ്ട്. അപ്പം മോൻ്റെ കാര്യങ്ങൾ അവൻ പകൽ സമയം ഞാൻ ഇപ്പം ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ച് പാട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ സോങ്സ് ലിറിക്സ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യുന്നത്? ഇപ്പം അങ്ങനെയുള്ള ഒരു ഉണ്ടോ? ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുമോ? വേർഡ്സ് ഒക്കെ തെറ്റാതെ? കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ തമിഴൊന്നും എനിക്ക് ചക്കയ്ക്ക് ചുക്കൊന്നൊക്കെ വരില്ലേ ചിലപ്പോൾ? അത് വരും. പാട്ടും കേൾക്കുമല്ലോ നമ്മൾ, കേൾക്കുകയും ചെയ്യും. അത് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ നമുക്കൊരു ഉദ്ദേശം മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. തെറ്റുകൾ കൂടുതൽ. എത്ര സിനിമയായി ഇപ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 6 സിനിമ അശ്വാരൂഢനിൽ പാടി. ആനച്ചന്തം, പിന്നെ ചോക്ലേറ്റ്, പിന്നെ അതിനിടയ്ക്ക് ചോക്ലേറ്റിന് ശേഷം ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ കുറേ ഡബ്ബിങ് സിനിമകൾ പാടി. ഹാപ്പിയിലെ പാട്ട് കുറച്ച് പോപ്പുലറായി. ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. പിന്നെ ബണ്ണി, ബോസ് ഐ ലവ് യു, ഛത്രപതി, അങ്ങനെ കുറേ ഡബ്ബിങ് സിനിമകൾ. പിന്നെ ഫിഡിൽ എന്ന് പറഞ്ഞൊരു സിനിമ. ഡാൻസ് കളിച്ച് പാടുമോ? എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? എന്നാലും അങ്ങനെ തോന്നാറുണ്ടോ മറ്റുള്ളവരൊക്കെ കളിക്കുന്ന കാണുമ്പോൾ? തോന്നാറുണ്ട്. വീട്ടിൽ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാലോ. രാത്രി ഇനി 2 മണിക്ക് 3 മണിക്കൊക്കെ ഡാൻസ്. അപ്പോഴാണ് ശ്യാം വിചാരിക്കണത് ഇത് ഇത്രയും മൂത്തോന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഇത്രയും നാൾ ഡാൻസ് കളിക്കാൻ പെട്ടെന്ന് സുപ്രഭാതി ഡാൻസ് സ്റ്റേജിൽ കളിക്കാൻ ആൾക്കാർ എനിക്ക് എന്ത് സംഭവിച്ചത്? അതുകൊണ്ട് മനസ്സില് എന്റെ ഒരു പക്ഷെ കളിക്കാതിരുന്നവര് പോലും ഇപ്പൊ കളിച്ചു തുടങ്ങി അല്ലേ? വളരെ ക്വയറ്റായിട്ട് നിന്ന് പാടിക്കൊണ്ടിരുന്നവരൊക്കെ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ഞാൻ വിധുപ്രതാപനെ കളിയാക്കുമായിരുന്നു, നീ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ വന്ന പോലെ കളിക്കാന്ന്. അല്ലല്ലോ, നീ പഠിക്കുന്നുണ്ടത്. അല്ല, ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റേജ് ഷോയിൽ ലൈവായിട്ട് ഒരു എന്താ ആൾക്കാരെ കയ്യിലെടുക്കണമെങ്കിൽ അതൊക്കെ വേണം. ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. എനിക്കും ഇഷ്ടമാണ്, ഞാൻ അതിനെതിരൊന്നുമല്ല. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഒരു എന്താ പറയുക, അങ്ങനെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ആണെന്നാണ് എനിക്ക്. പക്ഷെ ഞാൻ ചിലപ്പോ ഇങ്ങനെ കയ്യും അങ്ങനെ മാത്രം. എല്ലാരും ക്ലാപ്പ് ചെയ്യൂ. അത് നീ എന്താ ഇവിടെ വന്നു, ഇതേ ഉള്ളോന്ന് എനിക്ക് എന്ന് ചോദിക്കും. നിങ്ങക്ക് സ്പോൺസേഴ്സ് പറയോ ജനങ്ങളെ ഇങ്ങനെ ഒന്ന്? ചിലരൊക്കെ പറയും കുറച്ചൊക്കെ ഒന്ന് അനങ്ങണെന്ന് പറയും. പക്ഷെ ഞാൻ പറയാം, അയ്യോ എനിക്ക് പറ്റില്ല. ഒരു പാട്ട് പാടുമോ? അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കോലു സണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂ മഴ. ഈ സോങ് നല്ല ഹിറ്റായ സോങ് അല്ലേ?
ഇപ്പോഴും ഈ ഒരു പാട്ടിലാണ്, ഈ ഒരു പാട്ടിൻ്റെ പേരിലാണ് എന്നെ പല സ്റ്റേജിലും എനിക്ക് ഇൻട്രൊഡക്ഷൻ തരുന്നത്. ഈ പാട്ട് പാടി ഞാനിപ്പോ കേൾക്കുമ്പോഴാണ് അത് അഖില പാടിയതാണെന്ന് തന്നെ അറിയാം. അപ്പം അതൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യം പാടിയ സിനിമയ്ക്ക് വേണ്ടി ആദ്യം പാടിയ പാട്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ പലർക്കും അറിയില്ല ആരാ പാടിയെന്നുള്ളത്. കാരണം ഇന്ന് ഒരുപാട് സിംഗേഴ്സ് ഉള്ളത് കൊണ്ട് പലരും മ്യൂസിക് ഫീൽഡിലുള്ളവർക്ക് അറിയാം, അത് ശ്രദ്ധിക്കുമല്ലോ. പക്ഷേ സാധാരണ ഓഡിയൻസ് അങ്ങനെയൊന്നും ആരാ പാടിയ, പണ്ടത്തെ പോലെയല്ലോ ചിത്ര ചേച്ചി സുജാത ചേച്ചി മാത്രം പാടിയിരുന്ന കാലം, അല്ലെങ്കിൽ ജാനകി അമ്മ ആ സമയത്തുള്ളത് പോലെ അല്ല. ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. ഇത് അവരിൽ ആരെങ്കിലും ഒക്കെ പാടിയതായിരിക്കും. പാട്ട് കേട്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത്? അല്ല, പാട്ട് പാടുന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ അമ്മേ കഥ തുടങ്ങാം. പ്രേമിക്കുമ്പോ ഇത്രയും ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴാണോ? അല്ല, ക്ലാസ്സിൽ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. പിന്നെയാണ് സിനിമയിലൊക്കെ കാണുന്നവരിങ്ങനെ സ്ലോ മോഷനിലാണോ? ഇല്ല ക്ലാസ്സിൽ ഇങ്ങനെ വന്നപ്പോ ഇല്ല, ഞാൻ പുള്ളിക്കാരി ക്ലാസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ടാനത്തിൽ വന്ന് എം ജിയിലാണ് പഠിച്ചത്. ഡിഗ്രി ടാനത്തിൽ പഠിച്ചു. വന്നിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പോണി ടെയിലൊക്കെ കെട്ടി, എനിക്ക് പോണി ടെയിൽ മുടി കെട്ടുന്ന കുട്ടികളെ ഇഷ്ടം. അത് ശരി. അല്ലല്ല, എന്നോട് പിന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ഇഷ്ടമാണെന്നുള്ളത് ഇപ്പോഴാണ്. ആദ്യത്തെ പ്രേമാണോ? പറച്ചിലിൽ ഒരു കള്ളത്തരം ഉണ്ട്. അതെ, ഞങ്ങളിവിടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. സത്യമായിട്ട് എന്താ കല്യാണം കുറെ നടന്നിട്ടുണ്ടോ? അവര് നടന്നിട്ടുണ്ടോ അതോ ശ്യാമ? അല്ല, ഞാൻ ഇതല്ല ചോദിച്ചത്, ഇതിലേക്ക് കൊണ്ടുവരാം. സത്യസന്ധമായിട്ട് കൊറേ പ്രണയിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ. ഇതില് സ്റ്റിക്ക് ഓൺ ചെയ്തത് കുഴപ്പമില്ല. അഖില ഒന്നും പറയില്ല. അഖില പേടിയുണ്ടോ? അല്ല, അങ്ങനെ വേറെ പ്രണയിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇത് തന്നെയാണ് പ്രണയമായിട്ട് സീരിയസ് ആയിട്ട് കൊണ്ടുപോയ കാര്യം. എന്നിട്ട് നാച്ചുറലി ശ്യാമായിരിക്കുമല്ലോ ആദ്യമേ ഇഷ്ടമെന്ന് പറഞ്ഞത്. ഉടനെ വളരെ ഒതുങ്ങിയ ഒരു പ്രകൃതമായിട്ട് ഉടനെ റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, അങ്ങനെ ആദ്യം കുറച്ച് ദിവസം ഇങ്ങനെ ഒരു ഇഗ്നോർ ചെയ്ത് ഞാൻ ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. നല്ല ഫ്രണ്ടായിട്ടിരിക്കാനാണ് നോക്കിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഗ്രാജുവലി ഫ്രണ്ട്ഷിപ്പ് മാറ്റി. ഫ്രണ്ടായിട്ടിരിക്കാനാ നോക്കിയത്, പക്ഷെ അഖിലയാണ് വഴി തെറ്റിച്ചത്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ ഞാൻ പറയാം ചേച്ചി, ഞാൻ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ബസ്സിൽ ഓട്ടോയിലൊക്കെയാണ് ടാൻഡത്തിൽ ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ക്ലാസ്മേറ്റ്സ് ആണല്ലോ, അപ്പോൾ നമ്മൾ പരിചയപ്പെടും. അങ്ങനെ തുടങ്ങി. പിന്നെ ബസ് സ്റ്റോപ്പിൽ ഞാൻ പോയി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞാൻ കയറുന്ന ബസ് താമസിക്കുന്നത് അമ്പലമുക്ക്, എനിക്ക് പോകേണ്ടത് മുടവൻമുകൾ. അപ്പൊ എന്തിനാ എന്റെ കൂടെ ബസ്സിൽ കയറണം? ഈ സ്പോട്ട് വരെ പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കണം. എനിക്ക് കൂടെ ടിക്കറ്റ് എടുക്കാം, എന്റെ കൂടെ ബസ്സിൽ കയറാം, അമ്പലമുക്കിൽ പോവാ. ഇങ്ങനെ ബസ്സിലായിരുന്നു. ഇപ്പൊ എനിക്ക് ഇവിടെ എവിടെ ഇതൊക്കെ ഇറങ്ങണമെന്ന് അറിയണം. ഞാൻ ചുമ്മാ ഇറങ്ങുന്ന പോലെ കാണിക്കുമ്പോൾ ഞാൻ സ്റ്റാച്യൂലൊക്കെ പോയി ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇവിടെ സ്ട്രേറ്റ് ആക്കും. എനിക്കറിയാം ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് അപ്പൊ ഇതൊക്കെ നടക്കുന്നതല്ല, ഞാൻ സിനിമയിൽ കാണുമ്പോൾ വിചാരിക്കും എക്സാജറേഷൻ ആണെന്ന്. ശരിക്കും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യം. എന്നിട്ട് പിന്നെ എപ്പോഴാണ് ഒരു അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാണെന്ന് കുറേ നാൾ കഴിഞ്ഞ് പറഞ്ഞായിരുന്നു. എന്നാലും കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഒരു മൂമെന്റ് അത് അങ്ങനെ ഒരുപാടൊന്നും എനിക്ക് തോന്നുന്നില്ല. ശ്യാമന്റെ പുറകിൽ അങ്ങനെ ഒരുപാട് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആവശ്യം വന്നിട്ടില്ല. എന്താ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുമെങ്കിലും, പക്ഷെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിൽ അങ്ങനെ അയ്യോ ഈ ടി വിയിലൊക്കെ കാണിക്കുന്ന സിനിമയിൽ കാണിക്കുന്നു അങ്ങനെയൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കുമായിരുന്നു ഞാനും. അങ്ങനെ ഒരു കാഴ്ചയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നിരിക്കുന്നത് കൊണ്ടാവാം. ശ്യാമിന്റെ അടുത്ത് എന്താണ് തോന്നിയ ഒരു ഒരാൾ പറഞ്ഞു പോണിറ്റയിലാണെന്ന്. അതിനുശേഷം പിന്നെ പോണിറ്റയിൽ കേട്ടാ സമ്മതിച്ചില്ല. പിന്നെ എനിക്കൊരു പോണിറ്റയിൽ പിന്നെ അന്ന് കുറച്ച് ദിവസമേ അതോടെ നിർത്തി. ഓക്കെ, തിരിച്ച് ശ്യാമിന്റെ അടുത്ത് എന്ത് തോന്നി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തു വരാൻ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ സുന്ദരനാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അത് വിശ്വസിക്കാം. പിന്നെ നമ്മൾ അടുക്കുമല്ലോ
സംസാരിക്കും, കൂടുതൽ അടുക്കും, കൂടുതൽ 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 സംസാരിച്ചുള്ള ഒരു അടുപ്പം ഉണ്ടായി. അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞു? അപ്പോഴൊന്നും പറഞ്ഞില്ല, പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. ഇവരുടെ വീട്ടിൽ യാതൊരു പ്രശ്നമില്ല. ഞാൻ നോക്കിയപ്പോ ഇവര് രണ്ടാണുങ്ങളാ, ട്വിൻസ് ആണ്. ഇവരുടെ ബ്രദറും ഉണ്ട്, ഒരു ട്വിൻ ബ്രദറും കൂടി ഉണ്ട്. ഓ, അപ്പൊ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, 2 ആൺപിള്ളേര്, അച്ഛനും അമ്മയും. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഓവർടേക്ക് ചെയ്തു ആവരുതല്ലോ, അതൊരു വെയിറ്റ് ചെയ്തു. ചേച്ചിയോടാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ആദ്യമേ ഡൗട്ട് തോന്നി. ഞാനിങ്ങനെ എനിക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും അനിയത്തിക്ക് ആലോചനകൾ ഒക്കെ വരുന്ന സമയമാണ്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അഫെയർ ഉണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് ശ്യാമാണോ? കാരണം പലയിടത്തും കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ശ്യാമിനെ കുറിച്ച് ഒരുപാട് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പല സന്ദർഭങ്ങളില് ഷോപ്പിങ്ങിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ശ്യാം യാദൃശികമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന പോലെ ഒരുമിച്ച് എവിടെയെങ്കിലും ചെന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ ഉണ്ടോ, എന്താ ഇവിടെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ യാദൃശികമായിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്ന പോലെ ഒക്കെ ഉള്ള അതൊക്കെ വെറുതെ ആയിരുന്നു. പിന്നെ മനസ്സിലായി ചേച്ചി പഠിച്ചു. നിങ്ങൾക്ക് കാസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല? അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു, ഞാൻ വേറെ കാസ്റ്റോ റിലീജിയനോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന്. അപ്പൊ മറുപടി എന്താ, അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുകയില്ല. ഞാൻ അത് ആദ്യമേ നോക്കിയായിരുന്നു. അങ്ങനെയല്ല, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നുള്ള, എനിക്ക് കല്യാണം കഴിക്കാനുള്ള ധൈര്യമില്ലാത്തോണ്ടല്ല, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നുള്ള. ഇഷ്ടപ്പെട്ടു. അതൊരു വേറൊരു മതത്തിലുള്ള കുട്ടിയായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ വിട്ടത് അതുകൊണ്ടായിരിക്കും കേട്ടോ. ചേച്ചി കുടുംബകല ഉണ്ടാക്കില്ലേ? അപ്പൊ ഞാനത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വേറെ കാസ്റ്റിലോ ഒക്കെ ഉള്ള വേറെ ജാതിയിലോ മതത്തിലോ പെട്ട ആളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അപ്പൊ അതിനെന്താ കാരണം എന്ന് വെച്ചപ്പോ ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ എന്തിനാ അതൊക്കെ ചോദിക്കുന്നതാണ് എപ്പോഴും ഉള്ള മറുപടി. ഈ പ്രേമിക്കുന്ന സമയത്ത് ഇതിനൊക്കെ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി വാങ്ങണ്ടേ? അടിച്ചു മാറ്റാം. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ തരുന്നു, അതിനെ അടിച്ചു മാറ്റുക, പിന്നെ ബസ്സിന് തരുന്ന, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെലവിൽ പ്രണയിക്കാം. അല്ലാതെ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോ പാർട്ട് ടൈം ഒരു ജോബ് കണ്ടുപിടിച്ചു. ഈ ഒരു കാര്യം നടന്നു പോണല്ലോ, എനിക്ക് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു തരാം, വാലന്റൈൻസ് ഡേ വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചു തരണ്ടേ. ഒന്നും വാങ്ങിച്ചു തരാറില്ല. ഇപ്പൊ ഒന്നും വാങ്ങിച്ചു തരാറില്ല. അന്ന് വാങ്ങിച്ചത് എത്ര 3 പ്രാവശ്യം 3 വാലന്റൈൻസ് ഡേക്ക് ഓരോ പ്രാവശ്യം ഓരോ മോതിരം വാങ്ങിച്ചു തന്നിരുന്നു. ഗോൾഡ് കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുമ്പ് ഒന്നും വാങ്ങിച്ചില്ല. അതിന്റെ അളവ് കുറഞ്ഞു ചിലപ്പോ ഒരു കേക്ക്, അതൊക്കെ പോയി. ബാക്കിയൊക്കെ ഞാൻ ഹൗസിംഗ് ലോൺ, കാർ ലോണൊക്കെ അടച്ചോണ്ടിരിക്കുകയാണ്. അന്ന് അതൊന്നും ഇല്ല, ലയബിലിറ്റീസ് ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഒന്നുമില്ല. ആ ഡേറ്റ് തന്നെ മറന്നോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറെ ഫ്ലവേഴ്സ്, ഒരു ആനിവേഴ്സറി ഓർമ്മിക്കാറുണ്ടോ? അത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് മതി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും. അത് ഓർമ്മയുണ്ട്. മോന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ട്, എന്റെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ല. വീട്ടിലെങ്ങനെയാ, റെസ്പോൺസിബിൾ പേഴ്സൺ ആണോ? പൊതുവെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യോ? കുറവാ. വീട്ടിൽ ഫുൾ ടൈം ശ്യാമിന്റെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമേഴ്സിനെ കാണാൻ പോകേണ്ടതൊക്കെ ചിലപ്പോൾ സൺഡേസ് പോകേണ്ടി വരും. അപ്പൊ എപ്പോഴും ഫോൺ ചെയ്യലാണ്. എന്തെങ്കിലും ഞാനതിന് ബഹളം ഉണ്ടാക്കാറുണ്ട്. രണ്ടുപേരും കൂടിയോ? കുറവാ. പിന്നെ ഇപ്പൊ എനിക്ക് പ്രോഗ്രാംസ് ആയിട്ട് ദൂരേക്ക് പോകേണ്ടി വരുമ്പോൾ അത് നമ്മുടെ ഒരു ഇതായിട്ട് കണക്കാക്കി പോകുന്നു. എന്നാലും നമ്മളിങ്ങനെ ഇപ്പൊ ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്യാതെ നമ്മളിങ്ങനെ ഏൺ ചെയ്തിട്ട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഹണിമൂണൊന്നും ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ 60ാം കല്യാണത്തിന് അങ്ങോട്ട് പറയോ? ഭയങ്കര ബോറാണ് കേട്ടോ. ഈ
കാരണം നമുക്ക് എല്ലാത്തിനും ഒരു ഏജ് ഉണ്ട് അതെ അല്ലേ? അപ്പൊ ഇത് എൻജോയ് ചെയ്യാൻ ഒരു ഏജ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 10-55 വയസ്സൊക്കെ ആകുമ്പോൾ വേണ്ട, പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യില്ല. മക്കളുടെ മക്കളും ഒക്കെ ആയി കഴിയുമ്പോൾ അതുകൊണ്ട് മാക്സിമം അല്ല ആ സമയത്ത് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണമാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുക. അപ്പോൾ സമയത്തിൻ്റെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ശമ്പളം മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ അതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഹണിമൂൺ പോകണ ഞാൻ ഒറ്റയ്ക്ക് ഗൾഫിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ജോലി ആകെപ്പാട് അതൊരു ഭയങ്കര ഹണിമൂൺ അങ്ങനെ കുളമായി. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് നാൾ അങ്ങനെ വേറെ ജോലിക്ക് പോകണം എന്ന് ഐഡിയ ഉണ്ടോ? എനിക്കോ? പാട്ട് തന്നെയാണ്. ഞാൻ ഈ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ശ്യാമിന് അത്ര നല്ലൊരു ഇൻകം ഉള്ള ജോലി ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കും ഒരു ജോലി ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിച്ച് എനിക്ക് വലിയ പ്രൊഫൈലൊന്നുമില്ല. അത് ഡിഗ്രി BCom ആയിരുന്നു. BCom കഴിഞ്ഞതിന് ശേഷം ഞാൻ PGDC ചെയ്തു. കംപ്ലീറ്റ് ചെയ്തില്ല. പ്രേമിക്കാനുള്ള വേറൊരു ഐഡിയ ആയിരുന്നു. ഞാൻ രാവിലെ 6:30 ആകുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് LBSന്റെ അവിടെ ഇങ്ങനെ നിൽക്കും. എല്ലാവർക്കും അറിയാം രാവിലെ. ഞങ്ങളുടെ കൂടെ പഠിച്ചവരെയൊക്കെ ഇപ്പൊ കാണുമ്പോ ഞങ്ങൾ മിക്കവാറും കണി കാണുന്നത് രാവിലെ കണി കാണുന്ന തന്നെ. ഞാൻ ഇങ്ങനെ ബൈക്കിൽ നിൽക്കും, 6:30 നിൽക്കും. പിന്നെ ഞാൻ തിരിച്ച് ഓഫീസിൽ പോകുന്ന നേരത്ത് 9:45 അവിടെ നിൽക്കും. ക്ലാസ് കഴിയുമ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് മാക്സിമം ഞാനിങ്ങനെ പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പാണ്. അപ്പം അതും കൂടെ ഞാൻ ഈ പ്രോഗ്രാം പാട്ട് എനിക്ക് അങ്ങനെ അതുകൊണ്ടായിരിക്കാം ആ ഒരു മൈൻഡ്. ബേസിക്കലി നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. പോസിറ്റീവ് വളരെ ബോൾഡ്. നമുക്കൊരു പാട്ട് പാടിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ 4 ഫ്രണ്ട്സിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. M. ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്. പാടിയിരിക്കുന്നത് ദാസാറിനോടൊപ്പമാണ്. ദാസാറിൻ്റെയും മകൻ വിജയ് യേശുദാസിൻ്റെയും കൂടിയാണ് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആ പാട്ട് പാടാം. എൻ്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഇലക്കൂട്ടിലെ കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേകുവാൻ പിറന്നാൾ കിളി, എൻ്റെ ചിത്തിരത്താമരത്തു